അല്ല, ഇതില് ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്തിട്ടുള്ളൂ മറ്റൊരു സംസ്ഥാനത്തും ചെയ്യാത്ത തരത്തിൽ ലാൻഡ് അക്വിസിഷനിലെ 25% പണം സംസ്ഥാന സർക്കാർ നൽകി എന്നുള്ളതൊഴികെ മറ്റു ക്രെഡിറ്റുകളും സംസ്ഥാന സർക്കാരിന്റെ ഇല്ല. എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ എടുക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് 30 കൊല്ലങ്ങളായി 3 പതിറ്റാണ്ടായി പണി പൂർത്തിയാകാതെ കിടന്ന ഒരു ദേശീയപാത, ലാൻഡ് അക്വിസിഷൻ കൊണ്ട് മാത്രം സംഭവിക്കാമായിരുന്ന ദേശീയപാത യാഥാർത്ഥ്യമാകേണ്ടത് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ വർഷങ്ങൾക്ക് മുമ്പ് യാഥാർത്ഥ്യമാകേണ്ടിയിരുന്ന ദേശീയപാതയെ സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രം ഈ 25% മറ്റ് സംസ്ഥാനവും നൽകുന്നിട്ട് പോകും. കേരള സംസ്ഥാനം നൽകിക്കൊണ്ട് ആ ലാൻഡ് അക്വിസിഷൻ പൂർത്തിയാക്കി സമയബന്ധിതമായി കേന്ദ്ര സർക്കാരിന് കൈമാറി എന്നുള്ളതാണ് ഇതിന്റെ ക്രെഡിറ്റ്. അതിന്റെ നിർമ്മാണ പ്രവൃത്തികളിലോ ആ നിർമ്മാണത്തിൽ സംഭവിക്കുന്ന അപാകതകളിലോ സംസ്ഥാന സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ല. പക്ഷേ ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. ഇത് ഇത്രയല്ല, ലോകരാജ്യങ്ങളിലാകമാനം റോഡ് നിർമ്മാണ ടെക്നോളജി നമ്മുടെ മണ്ണിൽ ഇണങ്ങുന്ന രീതിയിൽ അതിന്റെ ഭാരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിശകുകളോ അസന്തുലിതാവസ്ഥയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അസന്തുലിതാവസ്ഥയുടെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.